ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ കിട്ടി, ചൂടിനൊക്കെ കുറവുണ്ട്. പിന്നെ ഞാൻ ഇന്ന് തിരണ്ടി മീനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തിരണ്ടി മീൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കഴുകി സെറ്റാക്കി അതിലേക്ക് ഞാൻ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി തെറ്റിപ്പോണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഓയിൽ, ഗരം മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് നമുക്ക് കുറേശ്ശെ ഇട്ടാൽ മതി. പിന്നെ മസാല കൂട്ടുമ്പോൾ നമ്മൾ അതിലിടുന്നുണ്ട്. ഒക്കെ സെറ്റാക്കി വെച്ച് ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, 2 പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, വെളുത്തുള്ളി ഇല്ല അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല, പിന്നെ തക്കാളി, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിപ്പൊടി വറുത്ത് വെച്ചത്, ഇതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായപ്പോൾ ഒരു 5-6 മണി ഉലുവ, പിന്നെ പെരുംജീരകം, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അതിന് ശേഷം നമ്മൾ ഇഞ്ചിയാണ് ഇട്ടു. ഇഞ്ചി ഇട്ടപ്പോൾ ഭയങ്കര പൊട്ടിത്തെറി കേട്ടോ, കയ്യിലും കണ്ണിലും മൂക്കിലൊക്കെ ആയി. പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം അത് വഴന്നപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് നല്ലോണം വഴറ്റിയെടുത്ത് അതിലേക്ക് മല്ലിപ്പൊടി വേണം കേട്ടോ, അതിൽ മല്ലിപ്പൊടി ഇടണം. പിന്നെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നല്ല വഴറ്റണം കേട്ടോ, എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. വഴറ്റിയതിന് ശേഷം നമുക്ക് തക്കാളി കൂടി ചേർക്കാം. തക്കാളി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട്, വലിയ തക്കാളി ഇല്ലേ, അതാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് നല്ലോണം വേവണമല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. പുളി എന്താ വെച്ചാൽ മീനല്ലേ, അപ്പം മുന്നിട്ട് നിൽക്കാത്തൊരു പുളിയില്ലേ, ഒരു ടേസ്റ്റിനുള്ള പുളി, ചമ്മന്തിയൊക്കെ ചേർക്കുമ്പോൾ അതുപോലെ. അപ്പോൾ ഞാൻ കുറച്ചൊരു 1-1.5 സ്പൂണ് പുളിവെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സാക്കി നല്ലോണം വെട്ടി തിളയ്ക്കണ വരെ ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് തിരണ്ടി കഷ്ണങ്ങൾ ചേർക്കാം. തിരണ്ടി കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വെള്ളം വേവിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ വറ്റിച്ചെടുക്കുമ്പോൾ എന്നിട്ട് ഈ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ, കറിവേപ്പില ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. നല്ല ടേസ്റ്റിലുണ്ടാവും. ആദ്യമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് പറയാമല്ലോ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ആവും കേട്ടോ ലാസ്റ്റ്. എന്നിട്ടൊന്ന് കഴിച്ച് നോക്കണം എൻ്റെ പൊന്നേ. അപ്പോൾ ഞാനിത് കഴിക്കുകയാണ്, എല്ലാവരും എന്നെ കൂട്ടാക്കണം കേട്ടോ. ഓക്കെ, ബൈ.